Namaste students. In previous class we studied about animal fiber and plant fiber, about some cloth. There we are discussed. Okay, today we are going to study the fourth chapter, heat. In this chapter is very easy compared to other chapter. So we familiar with the term heat. What do you mean by heat? What do you mean by cold? In summer, all are telling, oh, very hot weather, and in winter we tell very cold. So what is that? What is heat? In hot, it's like a heat, isn't it? So today I will give something tell you for you, because what are the main hot object? നമുക്കറിയാവുന്ന hot objectകൾ ഏതൊക്കെയാണ്? Hot water, then hot tea, then etc. the hot substance. So what are the cold object? അത് നമുക്ക് ഫെമിലിയർ ആയിരിക്കില്ലേ. ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ പറഞ്ഞ ഏതായിരിക്കും? ഐസ്ക്രീം ഇസ് എ കോൾഡ് ഒബ്ജെക്റ്റ്. ഓക്കെ, സോ വി ഫസ്റ്റ് ടെൽ അബൌട്ട് ടെമ്പറേച്ചർ. ഓക്കെ, ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ടെമ്പറേച്ചർ. വാട്ട് ഡു യു മീൻ ബൈ ടെമ്പറേച്ചർ? എ റിലയബിൾ മെഷർ ഓഫ് ദ ഹോട്ട്നെസ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഈസ് ഇറ്റ്സ് ടെമ്പറേച്ചർ. എ reliable measure of the hotness of an object. ആ ഒരു ഒബ്ജക്റ്റിലുള്ള ഹോട്ട്നെസ്സിനെയാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് ബൈ എ ഡിവൈസ്. അപ്പോൾ അതിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ ടെമ്പറേച്ചർ നമുക്ക് അളക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് തെർമോമീറ്റർ അല്ലേ. നമുക്കറിയാം അല്ലേ തെർമോമീറ്റർ, നമ്മൾ കണ്ടിട്ടുമുണ്ട് തെർമോമീറ്റർ. In thermometer that measures our body temperature. ഇനി ആ തെർമോമീറ്റർ തന്നെ പല ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചറാണ് അളക്കുന്നതെങ്കിൽ ദ തെർമോമീറ്റർ ദാറ്റ് മെഷേഴ്സ് അവർ ബോഡി ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ. എന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. എ clinical thermometer consists of a long narrow uniform glass tube. നിങ്ങൾക്കറിയാമല്ലേ, ചെറിയ ഒരു നാരോ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്. ഇറ്റ് ഹാസ് എ ബൾബ് അറ്റ് വൺ എൻഡ്. അതിൻ്റെ ഒരു അറ്റത്ത് ഒരു ബൾബ് പോലെയാണ്, എന്ന് വെച്ചാൽ ബൾബ് കണക്ട് ചെയ്തെന്നല്ല, ആ ഗ്ലാസ് ട്യൂബിൻ്റെ അറ്റം ഇങ്ങനെ ഒന്ന് ബൾബ് ഷേപ്പിലായിരിക്കും. ദിസ് ബൾബ് കണ്ടെയ്ൻ മെർക്കുറി. ആ ബൾബ് എന്തുണ്ട്? മെർക്കുറിയാണ്. നമ്മളിങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓളം വെട്ടുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് സൂക്ഷിച്ച് നോക്കിയാൽ. ഔട്ട്സൈഡ് ദ ബൾബ് എ സ്മോൾ ഷൈനിങ് ത്രെഡ് ഓഫ് മെർക്കുറി ക്യാൻ ബി സീൻ. ഔട്ട്സൈഡ് ദ ബൾബ് എ സ്മോൾ ഷൈനിങ് ത്രെഡ് മെർക്കുറി ക്യാൻ ബി സീൻ. ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് ഈസ് ഗിവ് എ പിക്ചർ ഫോർ യു. ഓക്കെ, ദ തെർമോമീറ്ററിൽ കറക്റ്റായിട്ട് ഇങ്ങനെ സൊല്യൂഷൻ, അതുകൊണ്ട് അത് തന്നെ ഡിറ്റോൾ സൊല്യൂഷനിലായിരിക്കും അത് വച്ചിരിക്കുന്നത്. എൻഷുർ ദാറ്റ് ബിഫോർ യൂസ് ദ മെർക്കുറി ലെവൽ ബിലോ 35 ഡിഗ്രി. അപ്പോൾ നമ്മൾ നേഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ തെർമോമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞിട്ട് ഇങ്ങനെ നോക്കൂലേ, കണ്ടിട്ടുണ്ടല്ലോ ആരും? അതതിൻ്റെ മെർക്കുറി ലെവൽ നോക്കാനാണ്. റീഡ് ദ തെർമോമീറ്റർ കീപ്പിംഗ് ദ ലെവൽ ഓഫ് മെർക്കുറി അറ്റ് ദ ലൈൻ ഓഫ് സൈറ്റ്. അതിൻ്റെ ആ ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്, അതിൽ കുഞ്ഞു വരകൾ അതിൽ കാണും. ഇങ്ങനെ ഓരോ കുഞ്ഞു വരകളും അതിൽ അതിൻ്റെ മാർക്ക് എന്താ അതിൻ്റെ മെഷർ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളുടെ എത്ര ബോഡി ടെമ്പറേച്ചർ ഉണ്ടെന്ന് അറിയുന്നത്. അതുപോലെ ഹാൻഡിൽ ദ തെർമോമീറ്റർ വിത്ത് കെയർ. ഇറ്റ് ഈസ് അഗൻസ്റ്റ് സം ഹാർഡ് ഓബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ ബി ബ്രേക്ക്. നമ്മളിങ്ങനെ കുടയുന്ന സമയത്ത് തന്നെ ഒന്ന് എവിടെയെങ്കിലും തട്ടിയാൽ മതി, അത് പൊട്ടിപ്പോകും, കാരണം ഇറ്റ്സ് എ ഗ്ലാസ് ട്യൂബ്. നെക്സ്റ്റ്, ഡോണ്ട് ഹോൾഡ് ദ തെർമോമീറ്റർ ബൈ ബൾബ് വൈൽ റീഡിങ് ഇറ്റ്. Okay, these are the important precautions by we used for the clinical thermometer. Okay, അതുപോലെ തന്നെ അതിലുള്ള ഒരു 5 ഇങ്ങനെയുള്ള നമ്മൾ ആ ഡെസിമൽ നോക്കണമെങ്കിൽ 1/5 ഈക്വൽ ടു 0.0 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഓരോ ചെറിയ ചെറിയ വരകളും നമ്മൾ ചെയ്തിരിക്കുന്നത് 1/5, അത് ഓരോ 1/5 5ൽ ഒരെണ്ണം എടുക്കുക, അത് 0.2 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ എടുക്കും. ഓക്കെ, അതുപോലെ വാഷ് ദ തെർമോമീറ്റർ പെർഫെക്റ്റ്ലി വിത്ത് ആൻ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ. നമ്മൾ ബിഫോറും ആഫ്റ്റർ യൂസും എന്ത് ചെയ്യണം, നന്നായിട്ട് ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വച്ചിട്ട് ഈ തെർമോമീറ്റർ ക്ലീൻ ചെയ്യും. സർഫസ് ഓഫ് ദ കണ്ടെയ്നർ നമ്മൾ ഇത് സൂക്ഷിക്കണം. നമ്മൾ കണ്ടെയ്നറിൻ്റെ അകത്ത് ഇത് വയ്ക്കുമ്പോൾ അതിൻ്റെ ടിപ്പ് നമ്മൾ ഒരിക്കലും അതിൽ മുട്ടാനായിട്ട് പാടില്ല. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ദ ടെമ്പറേച്ചർ ആൻഡ് ക്ലിനിക്കൽ thermometer and maximum minimum thermometer. Next we discuss about the transfer of heat. സോ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് പറയുന്നതിന് മുമ്പ് നമ്മൾ ക്ലിനിക്കൽ തെർമോമീറ്റർ തന്നെ ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരുടെ വീട്ടിലും കാണുമായിരിക്കും അല്ലേ? കുഞ്ഞു മക്കളൊക്കെ ഉള്ള എല്ലാവരുടെ വീട്ടിലും ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. There is a lot of concern over the use of mercury in thermometer. Mercury is a toxic substance and very difficult to ഡിസ്പോസ് ഓഫ് ദ തെർമോമീറ്റർ ബ്രേക്ക്. അത് ബ്രേക്ക് ചെയ്താൽ തന്നെ നമുക്കറിയാം മെർക്കുറി എന്ന് പറയുന്നത് പോയിസൺസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ടോക്സിക് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉള്ള എന്താ ചെയ്യുക, അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടാണ്. സോ ദീസ് ഡിജിറ്റൽ തെർമോമീറ്റർ ആർ അവൈലബിൾ വിച്ച് ഡു നോട്ട് യൂസ് മെർക്കുറി യൂസ് ചെയ്തിട്ടുള്ളതല്ല ഡിജിറ്റൽ തെർമോമീറ്റർ. നമുക്കത് നമ്മുടെ പർപ്പസ് അനുസരിച്ച് യൂസ് ചെയ്യാം. ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ ഹംസിൽ വയ്ക്കുമ്പോൾ കറക്റ്റ് ടെമ്പറേച്ചർ വരികയും നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ബാറ്ററി മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്? നമുക്കറിയാം അല്ലേ, ഒബ്ജക്റ്റുകൾ ഇപ്പം നമ്മൾ ഇപ്പം എന്താ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ എന്താ ഒരു സ്റ്റീലായിട്ടുള്ള ഒരു നമ്മൾ ചൂടാക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളെ കയ്യിൽ അതിൻ്റെ ചൂട് വരത്തില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ കൈ ചൂടാവാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ള ഹീറ്റിൻ്റെ ട്രാൻസ്ഫറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The heat is transferred from a pan to surrounding. Do you can understand that in both cases the heat follows from a hotter object to a colder object. Hotter object നിന്ന് colder objectലേക്ക് heat എന്ത് ചെയ്ത് പോകും, ട്രാൻസ്ഫർ ചെയ്ത് പോകും. In all cases heat follows from a hotter object to കോൾഡർ ഒബ്ജക്റ്റ്. നമുക്കറിയാം നമ്മൾ ആദ്യം ചൂടാക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് നേരം എടുക്കാം. നമ്മൾ പിടിച്ചിരിക്കുന്ന സ്ഥലം നല്ല തണുപ്പായിരിക്കും അല്ലേ, കോൾഡർ ആയിരിക്കും. അപ്പോൾ ആ ചൂടാക്കിയ സ്ഥലത്ത് നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ചൂട് നമുക്ക് ബാക്കിലോട്ട് വരും, ആ കോൾഡർ ഒബ്ജക്റ്റിലോട്ട് വരും. അപ്പോൾ ഇൻഫാക്ട് ഓൾ കേസസ് ഹീറ്റ് ഫോളോസ് ഫ്രം എ ഹോട്ടർ ഒബ്ജക്റ്റ് ടു എ കോൾഡർ ഒബ്ജക്റ്റ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ, 2 ഇഷ്ടിക വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റീൽ ഇടയ്ക്കിടയ്ക്ക് വാക്സ് വെച്ച് കൊടുക്കുക, ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക. സോ ഈ മെഴുകുതിരിയുടെ ചൂട് കൊണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ഈ വാക്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുകി വീഴാനായിട്ട് തുടങ്ങും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമെന്ന്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ്സാണ് കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ? The process by which heat is transferred from the hotter end to the colder end of an object. അപ്പോൾ ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു കഴിവിനെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ കണ്ടക്ഷൻ? ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ hotter end to the colder end of an object is known as conduction. In solid, generally the heat is transferred by the process of conduction. Solid substanceൽ heat transfer ചെയ്യുന്നത് conduction process വഴിക്കാണ്. അപ്പോൾ what do you mean by conduction? The process by which heat is transferred from the hotter end to the colder end of an object. Okay, next ഈ കണ്ടക്ഷൻ തന്നെ നമ്മൾ അപ്പോൾ ഇത് ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡറിലോട്ട് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയും. അപ്പോൾ എല്ലാ ഒബ്ജക്റ്റുകളും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഇല്ല. ബേസ്ഡ് ഓൺ ദീസ് നമ്മൾ ഇതിനെ തന്നെ നമ്മൾ 2 ആയിട്ട് തിരിക്കുന്നു, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് ആൻഡ് insulator. First one, what do you mean by conductors? The material which allow heat to pass through the ഈസി. അപ്പോൾ ഹീറ്റ് ഈസിലി ആയിട്ട് പാസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ്, സബ്സ്റ്റൻസ് അല്ല മെറ്റീരിയലിനെയാണ് എന്ത് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വി ആൾറെഡി ഡിസ്കസ് അബൌട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ടറും എയറും പുവർ കണ്ടക്ടേഴ്സ്, അതായത് ഇൻസുലേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു.
നെക്സ്റ്റ് നമ്മൾ വെള്ളം വാട്ടർ ബോയിൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് കൺവെക്ഷൻ. കൺവെക്ഷൻ. ഹൗ ഡസ് ഹീറ്റ് ട്രാവൽ ഇൻ വാട്ടർ ഓർ ഇൻ ഗ്യാസ്? എങ്ങനെയാണ് വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ഗ്യാസിലൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് നിയർ ദ ഫ്ലെയിം ഗെറ്റ്സ് ഹോട്ട്. നമുക്കറിയാം നമ്മുടെ പാത്രത്തിൽ വെള്ളം, നമ്മളിപ്പോൾ ചായക്കൊക്കെ വെള്ളം വയ്ക്കുകയാണ് അല്ലേ, ഗ്യാസിൽ വയ്ക്കുന്നു, ഗ്യാസ് കത്തിക്കുന്നു, പാത്രം വയ്ക്കുന്നു, അതിൽ വാട്ടറുണ്ട്. അപ്പോൾ ആ ഫ്ലെയിം കത്തി തുടങ്ങുമ്പോൾ കുറേശ്ശെ വെള്ളം എന്ത് ചെയ്യാം, ചൂടായി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ചെറിയ ചെറിയ മുകുളങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ, ചെറിയതായിട്ട്. എന്നിട്ട് വന്ന് ആ പാത്രത്തിലെ മൊത്തം വെള്ളത്തിൽ അത് വ്യാപിക്കുകയും പെട്ടെന്ന് തന്നെ തിളച്ച് ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്യുന്നത്. ദ സെയിം മെത്തേഡ്, ആ മെത്തേഡിനാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. സോ hot water rises up, the cold water from the side moves down towards the source of heat. അപ്പോൾ നമുക്കറിയാം ആ തണുത്ത അത് പെട്ടെന്ന് ഈ ചൂടാവാനുള്ളതിൻ്റെ അടുത്തേക്ക് വരും. ദിസ് വാട്ടർ ആൾസോ ഗെറ്റ്സ് ഹോട്ട് ആൻഡ് റൈസ് ആൻഡ് വാട്ടർ. പെട്ടെന്ന് തന്നെ എല്ലാം എന്ത് ചെയ്യും, ആ ചൂടായി ഇങ്ങനെ മാറുന്നത് അടുത്ത കോൾഡ് വാട്ടർ വീണ്ടും അത് ചൂടായി പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കും. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദ ഹോൾ വാട്ടർ ഗെറ്റ്സ് ഹീറ്റ്. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആ പാത്രത്തിലുള്ള അല്ലെങ്കിൽ ആ കണ്ടെയ്നറിലുള്ള വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ചൂടാവുന്നത് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കും. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ടിൽ ദ ഹോൾ വാട്ടർ ഗെറ്റ്സ് ഹീറ്റ്. ദിസ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് നോൺ ആസ് convection. 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 Okay, do you clear that? When water is heated, the water near the flame gets hot water rise up, the cold water from the side moves down towards the source of heat. This water also get hot and rise and water from side move down. This process continues till the whole water get heated. This mode of heat transfer is known as convection. Okay, next we discuss about the two breezes. So sea breeze and land breeze. കടൽക്കാറ്റും കരക്കാറ്റും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കടൽ ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ കടലുമായിട്ട് ബേസ് ചെയ്ത ഒരു പ്രോസസ്സ് നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 43 അതിൻ്റെ ഫിഗർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും അത് നോക്കുക. സോ ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് സീ ബ്രീസ്. The people living in the coastal area experience an interesting phenomena. What do you mean by phenomena? പ്രതിഭാസം. During the day, the land get heated faster than the water. നമുക്കറിയാം പകൽ സമയത്ത് നമ്മൾ കടൽ തീരങ്ങളിലൂടെ നടക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും മണ്ണില്ലേ. During the day, the land get heated faster than the water. The air over the land become hotter and rise up. അപ്പോൾ ഈ ലാൻഡിലെ എയർ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ചൂടാവുകയും ഹോട്ടാവുകയും അതിങ്ങനെ മുകളിലേക്ക് ഉയരാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ദ കൂളർ എയർ ഫ്രം ദ സീ റഷസ് ഇൻ ടുവേഴ്സ് ദ ലാൻഡ്. അപ്പോൾ നമുക്കറിയാം ആ ഹോട്ടായി കിടക്കുന്നിടത്തോളം നമ്മൾ കോൾഡർ ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകാനായിട്ടുള്ള ടെൻഡൻസി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സോ ദ കൂളർ എയർ ഫ്രം ദ സീ റഷസ് ടുവേഴ്സ് ദ ലാൻഡ് ടു ടേക്ക് ഇറ്റ്സ് പ്ലേസ്. ദ വാം എയർ ഫ്രം ലാൻഡ്, വാം എയർ അങ്ങോട്ട് പോകും. ദ വാം എയർ from the land moves towards the sea, complete the cycle. അപ്പോൾ ഇതിങ്ങനെ പൊക്കോണ്ട് വാമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. The air of the sea is called the air from the sea. The air from the sea is called the sea breeze. എന്താ സീയിലുള്ള എയറിനെ നമ്മൾ സീ ബ്രീസ്, അത് കാറ്റ് ഇങ്ങനെ അടിക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് എന്താ സീ ബ്രീസ്. ടു റിസീവ് ദ കൂളർ സീ ബ്രീസ്, ടു റിസീവ് ദ കൂളർ, അതായത് തണുത്ത ഈ കാറ്റ് ഇങ്ങനെ വരുന്ന ഈ കാറ്റ് sea breeze, the windows of the houses in coastal areas made up of a force of seas. അപ്പോൾ ആ കടലിൻ്റെ ആ ശക്തി നമുക്കതിൽ ആ വിൻഡോസിലൊക്കെ നമുക്ക് നന്നായിട്ട് ആ കോസ്റ്റൽ ഏരിയയിൽ ചെയ്തിരിക്കുന്ന വിൻഡോസിൽ. സോ വാട്ട് യു മീൻ ബൈ സീ ബ്രീസ്? The warm air from the land moves towards the sea to complete the cycle. The air from the sea is called the sea breeze. ഓക്കെ, അപ്പോൾ അതിൻ്റെതാണ്. അപ്പോൾ കൂളായിട്ടുള്ള ഇത് ഹോട്ടിലേക്ക് വരികയും ഹോട്ടിൽ നിന്ന് വീണ്ടും ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്.
ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് ഇത് നടക്കും. ഇത് നടക്കുന്നത് ഡേ ടൈമിലാണ്. അപ്പോൾ സീ ബ്രീസ് ടേക്ക് പ്ലേസ് ഇൻ ഡേ ടൈം ആൻഡ് ലാൻഡ് ബ്രീസ് ടേക്ക് പ്ലേസ് ഇൻ നൈറ്റ് ടൈം. ഓക്കെ, അത് മറന്നു പോകരുത്. ഡേ ടൈമിൽ നടക്കുന്നത് സീ ബ്രീസും നൈറ്റ് ടൈമിൽ നടക്കുന്നത് ലാൻഡ് ബ്രീസും ആണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് അത് നൈറ്റ് ഇറ്റ് ഈസ് എക്സാക്ട്ലി ടു റിവേഴ്സ്. നേരെ തിരിച്ച് നടക്കും ഈ പ്രോസസ്സ്. എന്താണ്? ദ വാട്ടർ കൂൾസ് ഡൗൺ മോർ സ്ലോലി ദാൻ ദ ലാൻഡ്. ലാൻഡിനെ കാട്ടി ദ വാട്ടർ കൂൾസ് ഡൗൺ മോർ സ്ലോലി ദാൻ ദ ലാൻഡ്. സോ ദ കൂൾ എയർ ഫ്രം ദ ലാൻഡ് മൂവ് ടുവേഴ്സ് ദ സീ. അപ്പോൾ ദ കൂൾ എയർ ഫ്രം ദ ലാൻഡ് മൂവ്സ് ടുവേഴ്സ് ദ സീ. അതിലേക്ക് ഇങ്ങനെ പോവും കേട്ടോ. അപ്പോൾ കൂൾ എയർ ആണ് അതങ്ങനെ പോകുന്നത്. പെട്ടെന്ന് തണുക്കുന്നതും ചൂടാവുന്നതായിട്ടുള്ള എൻ്റെ വ്യത്യാസമാണ് ആ പ്രോസസ്സിന്. അപ്പം the cool air from the land moves towards the sea. അപ്പോൾ ലാൻഡിൽ നിന്ന് അതെങ്ങോട്ട് പോകും? സീയിലേക്ക് പോകും. അതിനെയാണ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഡു യു ക്ലിയർ? ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. സീ ബ്രീസ് ടേക്ക് പ്ലേസ് ഇൻ ഡേ ടൈം ആൻഡ് ലാൻഡ് ബ്രീസ് ടേക്ക് പ്ലേസ് ഇൻ ഡേ ടൈം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഏതൊക്കെയാണ്? കൺവെൻഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വാട്ടറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അത് ഹോട്ട് ചെയ്യാൻ എടുക്കുന്ന കംപ്ലീറ്റ് കണ്ടിന്യൂസ് ടു ദ വാട്ടർ ഹോൾ ഗെറ്റ്സ് ഹീറ്റഡ്. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കൺവെക്ഷൻ. സോ നെക്സ്റ്റ് അതുമായിട്ട് ബേസ്ഡ് ഉള്ളതാണ് സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഡു യു ക്ലിയർ? നെക്സ്റ്റ് വി സ്റ്റഡി അബൌട്ട് ദ സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. Okay. Next we discuss about the radiation. Okay, radiation. അപ്പോൾ നമ്മൾ ഈ വേർഡ് കേട്ടിട്ടുള്ളതാണല്ലേ റേഡിയേഷൻ. വെൻ വി കം ഔട്ട് ഇൻ ദ സൺ വി ഫീൽ വാം ഇല്ലേ? ഇപ്പം മഴയാണ്, മഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സണ്ണിൻ്റെ ചൂട് നമുക്ക് നന്നായിട്ട് അറിയാം. ഹൗ ഡസ് ദിസ് ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ്? എങ്ങനെയാണ് ഹീറ്റ് നമ്മൾ സണ്ണിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി എത്തുന്നത്? ഇറ്റ് കനോട്ട് റീച്ച് ബൈ ദ കണ്ടക്ഷൻ ഓർ കൺവെൻഷൻ. നമ്മൾ രണ്ട് പ്രോസസ്സ് പഠിച്ചു, കണ്ടക്ഷനും കൺവെൻഷനും. പക്ഷെ ആ രണ്ട് പ്രോസസ്സും അല്ല ഇവിടെ നടക്കുന്നത്. ആസ് ദർ ഈസ് എ നോ മീഡിയം സച്ച് എസ് എയർ ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ദി സ്പേസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ. അപ്പോൾ അവിടെ ഒരു മീഡിയം ഇല്ല അല്ലേ? ദർ ഈസ് നോ മീഡിയം സച്ച് എസ് എയർ ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ദി സ്പേസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ. ഫ്രം ദ സൺ ദ ഹീറ്റ് കംസ് to us by another process is known as radiation. അപ്പോൾ വേറൊരു പ്രോസസ്സ് വഴിക്കാണ് നമുക്ക് സണ്ണിൽ നിന്നുള്ള ചൂട് നമുക്ക് നമ്മളുടെ അടുത്ത് എത്തുന്നത്. ആ പ്രോസസ്സാണ് റേഡിയേഷൻ. The transfer of heat by radiation does not require any medium. അപ്പോൾ റേഡിയേഷൻ്റെ ഒരു പ്രത്യേകത, റേഡിയേഷന് ഒരു മീഡിയം ആവശ്യം ഇല്ല. The transfer of heat by radiation does not require any medium. It can take place whether a medium is present or not. Our body too give heat to surrounding and receive heat from the radiation. അപ്പോൾ നമ്മളുടെ ചുറ്റുപാട് ചൂടാണെങ്കിൽ നമുക്കത് ഈസിലി നമ്മുടെ ബോഡിയിൽ ആ ചൂട് നമുക്ക് അനുഭവപ്പെടും. All hot bodies radiate heat. എല്ലാ ഹോട്ട് ബോഡി എന്ത് ചെയ്യും? റേഡിയേറ്റ് ഹീറ്റ്. when this heat falls on some object a part is reflected. ചിലത് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. a part is absorbed in the may be transmitted. അത് അബ്സോർവ് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, the temperature of the object increases due to the absorbed part of the heat. അതിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നത് ഈ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന് അനുസരിച്ചായിരിക്കും. ഓക്കെ, ഡു യു ക്ലിയർ ദാറ്റ്? Okay, you read text at least 5 times.